നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാർസലോണയുടെ 5-0 എന്നുള്ള വിക്ടറിക്ക് പിന്നിലുള്ള അനാലിസിസ് ആണ്. കംപ്ലീറ്റ്ലി പുതിയൊരു ബാഴ്സലോണയുടെ ഷേപ്പിലാണ് നമുക്ക് ഇന്നലെ അവരെ കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ഐഡന്റിറ്റിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗോളുകൾ നിരന്തരമായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അറ്റാക്കിംഗ് വേസ് പല രീതിക്ക് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് പോവാം. സീസണിലെ ആദ്യത്തെ മത്സരമാണ് ബാഴ്സലോണ. അതുകൊണ്ട് തന്നെ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു ലൈനപ്പ് ഒന്നും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇനി അൺസർട്ടനിറ്റി ഉണ്ട്. ഒരു സ്ട്രൈക്കർ വരുമോ ഇല്ലയോ എന്നുള്ളത്. ഫുൾ ബാക്കിൻ്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉണ്ട്. സെൻറ്റർ ബാക്ക് ഒരെണ്ണം എക്സ്ട്രാ വരുമോ എന്നുള്ളത് നോക്കി കണ്ടറിയേണ്ടതുണ്ട്. സോ ടീമിനെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ആദ്യത്തെ മത്സരത്തിലെ ബാർസലോണനെ നമുക്ക് നോക്കാം. തുടങ്ങുന്നത് എന്തായിരുന്നു സ്ഥിരമായിട്ട് കണ്ടുവന്നിരുന്ന ബാർസലോണയിൽ നിന്നിട്ടും ഈ മത്സരത്തിലെ ബാഴ്സലോണയുടെ വ്യത്യാസം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഷേപ്പിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള മാറ്റം ഇന്നലത്തെ ഷേപ്പിലായിരുന്നു. അതായത് പ്രൊഫൈൽസ് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഹാൻസി ഫ്ലിക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം എന്താ? പ്രൊഫൈൽ ഓഫ് പ്ലെയേഴ്സ് ചേഞ്ച് ആയി. ആദ്യത്തെ ചേഞ്ച്, റഫീനിനെ നമ്പർ 9 ആയിട്ട് ഡിപ്ലോയ് ചെയ്യുന്നു. ഫോൾസ് 9 എന്നുള്ള രീതിക്ക് റഫീനെ പ്ലേ ചെയ്യുന്നു. ഇങ്ങേഴ്സ് ആരൊക്കെയായിരുന്നു? ലമീൻ യമാലും എഡയമയായിരുന്നു. ഇവർ രണ്ടുപേരും എങ്ങനത്തെ പ്രൊഫൈൽസാ? ഐസൊലേഷൻസ് ഇഷ്ടപ്പെടുന്ന, ഇൻ ബിഹൈൻഡ് സ്പേസസ് ഇഷ്ടപ്പെടുന്ന, ടെക്നിക്കൽ എബിലിറ്റി ഉള്ള 1v1s ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ബാഴ്സ തീരുമാനിക്കുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാൽഡ ഇല്ലാത്തതിൻ്റെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ. ബാൽഡ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഷേപ്പിൽ വ്യത്യാസം വന്നേനെ. ബാൽഡ ഇല്ലാത്തതിനാലും സാവി എസ്പാട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വന്നതുകൊണ്ടും കഴിഞ്ഞ വട്ടം വിട്ട് ഹോൾഡ് ചെയ്തിരുന്ന ബാൽഡയ്ക്ക് പകരം സാവി എസ്പാട്ട് ഒരു കൺവെൻഷണൽ ഫുൾ ബാക്ക് എന്നുള്ള രീതിക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ഫുൾ ബാക്സും ഹാഫ് സ്പേസസിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ വട്ടം എത്രയും പെട്ടെന്ന് ഒരു 3-5 എന്നുള്ള ഷേപ്പിലേക്ക് പോകുന്ന ബാഴ്സലോണയ്ക്ക് പകരം കുറച്ചുകൂടി കൺവെൻഷനലായിട്ട് 4-2-3-1 എന്നുള്ള ഷേപ്പിലേക്കോ 4-4 എന്നുള്ള ഷേപ്പിലേക്കോ പോകുന്ന ഒരു ബാഴ്സയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റിയത്. ഫോൾസ് 9 ആയിട്ട് റഫീനെ വരുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് സെൻറ്റർ ഓഫ് ദ പിച്ചിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാഴ്സലോണയ്ക്ക് എപ്പോഴും സാധിച്ചിരുന്നു. ആ 4 പ്ലേയേഴ്സും എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആണെന്ന് കൂട്ടിക്കോ. ഡയമണ്ട് ഷേപ്പ് ആവാം, അതൊരു ബോക്സ് ഷേപ്പിലേക്കും പോവാം. പക്ഷേ ആ ഒരു കണക്ഷൻ ലിങ്ക് ചെയ്യാനായിട്ടുള്ള സ്പേസസും പൊസിഷനിങ്ങും എല്ലാം ബാഴ്സയ്ക്ക് ഇന്നലെ സെൻറ്റർ ഓഫ് ദ പിച്ചിൽ ഉണ്ടായിരുന്നു. ഇത് മത്സരത്തിന്റെ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറച്ചൊരു ഷെയ്ക്കി ആയിട്ടുള്ള സ്റ്റാർട്ടാണ്. 11ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും കുറച്ചൊരു ഷെയ്ക്കി ആയിട്ടുള്ള സ്റ്റാർട്ടിലായിരുന്നു ബാഴ്സലോണ മത്സരം തുടങ്ങിയത്. ഇതിന് പ്രധാന കാരണം ഈ പറയുന്ന പോലെ ലിങ്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പ്ലേയേഴ്സ് തമ്മിൽ പൊസിഷൻ എടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, സ്പേസസ് കൺജസ്റ്റഡ് ആവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് സോർട്ട് ചെയ്യാനായിട്ട് ബാഴ്സയ്ക്ക് സാധിക്കുകയും ചെയ്തു. ബാഴ്സയെ സംബന്ധിച്ചിട്ട് അവരുടെ 3 മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സമയത്തും ഈ ഫെർമിൻ ലോപ്പസ് എടുക്കുന്ന പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഹൈ ആയിട്ട് ഹാഫ് സ്പേസസിൽ റൈറ്റ് ഫ്ലാങ്സിൽ ഒക്യുപ്പൈ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ബിൽഡപ്പിന് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഫെർമിന് പറ്റാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും പൊസിഷണൽ ആയിട്ടുള്ള റൊട്ടേഷൻസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള പൊസിഷൻ റൊട്ടേഷൻസ് ഇന്നലെ വളരെയധികം കുറവായിരുന്നു. ഉണ്ടായിരുന്നില്ല എന്നല്ല, ഫെർമിൻ ലോപ്പസ് ഡ്രോപ്പ് ചെയ്ത് വന്നാൽ പോലും എത്രയും പെട്ടെന്ന് ഹൈ ആയിട്ടുള്ള പൊസിഷൻ തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹം തന്നെയായിരുന്നു മുതിർന്നിരുന്നത്. ഇങ്ങനെ ഒരു ബോക്സ് ഷേപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ആയിട്ടുള്ള ഷേപ്പിൽ സെൻട്രൽ വരുമ്പോഴും പ്രശ്നങ്ങൾ ബാഴ്സയ്ക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. സെൻട്രൽ ആയിട്ടുള്ള ഇൻ ബിഹൈൻഡ് ത്രെറ്റ് കൊടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പൊതുവേ ഒരു നമ്പർ 9 അല്ലെങ്കിൽ ഫോൾസ് 9 ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു സെൻട്രൽ സ്പേസസ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ വിങ്ങേഴ്സ് ഡയഗണൽ റൺസ് നടത്തും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് നടത്താൻ പറ്റുന്നത് നമ്പർ 10സിനായിരിക്കും. പക്ഷെ ഫെർമിൻ ലോപ്പസും ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിരുന്നതിനാൽ ആ ഒരു സെൻട്രൽ ത്രെറ്റ് കൊടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് ഇനീഷ്യലി പറ്റിയിരുന്നില്ല. ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് എൽച്ചെ ഇരുന്നിരുന്നത് ഒരു 5-4-1 മിഡ് ബ്ലോക്കിൽ എന്നുള്ള രീതിക്കുമായിരുന്നു. പക്ഷെ ഇതിനെ സോർട്ട് ചെയ്യാനായിട്ട് ബാഴ്സയ്ക്ക് അധികം സമയമെടുത്തില്ല എന്നുള്ളതാണ് സത്യം. ബാഴ്സയുടെ ഈ തവണത്തെ അറ്റാക്കിംഗ് ശൈലികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം എടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് പേസ് എന്നുള്ളത്. കാരണം അത്രയും അധികം ഷിയർ പേസ് ബാഴ്സയുടെ പ്രൊഫൈൽസിലുണ്ട്. എഡയമി ആയാലും ഗോർഡൻ ആയാലും റഫീനി ആയാലും ഫെർമിൻ ലോപ്പസ് ആയാലും എല്ലാം ഈ പറയുന്ന പോലെ എക്സലേഷൻസ് കൊടുക്കാനും ക്വിക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തവണ ഒരുപാടധികം സെൻട്രൽ ആയിട്ടുള്ള ത്രൂ ബോൾസും അല്ലെങ്കിൽ ലമീൻ യമാലിൻ്റെ കയ്യിൽ നിന്നിട്ട് ട്രിവേലാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കിഡിലൻ ട്രിവേല കൊടുത്തിട്ട് റഫീനയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലായിരുന്നു തോന്നുന്നു എനിക്ക്. പക്ഷെ എന്നിരുന്നാലും എന്താണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് ഈ പറയുന്ന പ്രൊഫൈൽസിനെ വെച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ബാഴ്സയ്ക്ക് അറ്റാക്സ് കൂടുതൽ ത്രെറ്റിംഗ് ആക്കുക എന്നുള്ളത് നമുക്ക് ഇന്നലത്തെ ഗെയിമിൽ കറക്റ്റ് ഹാൻസി ഫ്ലിക്ക് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇവൻ ലമീൻ യമാലിനെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്താൽ പോലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലാങ്കിൽ നിന്നിട്ട് വളരെയധികം ത്രെറ്റ് ആയിരിക്കും. കാരണം ആ ഒരു ഓപ്പോസിറ്റ് ഫുൾ ബാക്കിനെ ഔട്ട് ബീറ്റൻ ചെയ്യാനായിട്ട് പേസ് കൊണ്ട് എഡയമിക്കായാലും ഗോർഡനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ കേൾ ചെയ്തിട്ടുള്ള ക്രോസസ് കൊടുത്ത് സെൻറ്റർ ബാക്സിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രെറ്റ് കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്.
നമുക്കപ്പോൾ വൈകാതെ തന്നെ ആ ഒരു കോമ്പിനേഷനിലുള്ള ഗോൾ നമുക്ക് കാണുന്ന ഉറപ്പാണ് ഈ സീസണിൽ. ഈ ഒരു എൽച്ചയുടെ 5-4-1 ബ്രേക്ക് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല കേട്ടോ. കാരണം എൽച്ച 5-4-1 എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്, കൺവെൻഷനൽ ആയിട്ടുള്ള ബാക്ക് ഫോർ ആയിട്ട് ബാഴ്സലോണ വരുമ്പോൾ ഈ 5-4-1 സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ടാണ് ഔട്ട്സൈഡുള്ള പ്ലെയേഴ്സ് ഫുൾ ബാക്സിനെ പോയി പ്രസ് ചെയ്യാം. ബാക്കി 2 വരുന്ന മിഡ്ഫീൽഡേഴ്സിനെ ഈ 5-4-1 സെൻട്രലുള്ള 2 പ്ലെയേഴ്സ് എടുക്കും. സോ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ബാഴ്സലോണ പലപ്പോഴും ഫെർമിൻ ലോപ്പസൊക്കെ കോമ്പിനേഷൻസ് നടത്തിക്കൊണ്ട് ഔട്ട്സൈഡ് ചാനൽസിലേക്ക് റണ്ണുകൾ നടത്തുന്നുണ്ടിരുന്നു. ഇതെന്തിനാ ഇങ്ങനെ നടത്തുമ്പോൾ ഈ 5-4-1 എൽച്ചയുടെ സെൻട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ ഔട്ടർ സോണിലേക്ക് പുഷ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു സ്പെയർ പ്ലെയർ വന്നു, ബെർണാലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗാവിയോ പെഡ്രിയോ ആരാണ് മിഡ്ഫീൽഡിലുള്ളതെന്നുണ്ടെങ്കിൽ അവർക്കൊരു 2v1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാഴ്സയ്ക്ക് സാധിക്കുമായിരുന്നു. ആ ഒരു കോമ്പിനേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബാഴ്സലോണ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഗോളാക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ പരാതികളൊന്നും പറയാനില്ല, കാരണം 5-0 എന്നുള്ള സ്കോർ ലൈനാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കോമ്പിനേഷൻസ് കാണാൻ എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഗെയിമിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. ഇതോടൊപ്പം തന്നെ ഫെർമിൻ ലോപ്പസ് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. എഡേമി പറയുന്ന പോലെ ഡയഗണൽസ് ഇൻസൈഡ് ചാനൽസിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ചാനൽസിലേക്ക് കൊടുത്തപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നതും പ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടും ഫസ്റ്റ് ഗോൾ വരുന്നത്, പക്ഷേ അത് സെൻട്രൽ ചാനൽസിലൂടെയായിരുന്നു. ഗോർഡൻ ഫെർമിൻ ലോപ്പസിന് കൊടുത്തിട്ടുള്ള ചാനൽസ് ഈ പറയുന്ന പോലെ ഡയഗണലായിട്ടുള്ള റണ്ണായിരുന്നു ഇൻ ബിഹൈൻഡ്. സോ ബാഴ്സലോണ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലേയിങ് സ്റ്റൈൽ തുടരുന്നുണ്ട്. ആദ്യത്തെ ഗോൾ ഞാൻ പറഞ്ഞു പ്രസ്സിങ്ങിലൂടെ വന്നതെന്ന് പറഞ്ഞു, പക്ഷെ ഒരുപാട് ഇഷ്യൂസ് ബാഴ്സലോണയ്ക്ക് സ്റ്റിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ 5-0 എന്നുള്ള സ്കോർ ലൈനിൽ ജയിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത്? പറയാനായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും എൽച്ചയ്ക്ക് ബാഴ്സലോണനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ത്രൂ ബാഴ്സലോണ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് 1-2 തവണ വുഡ് വർക്കിൽ അടിച്ച ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ബിൽഡപ്സിലാണെങ്കിൽ പോലും എൽച്ച ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയും കൂടിയും റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ള രീതിക്കാണ് ആ ഒരു പ്രോഗ്രഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഇത് ചെയ്തത്? ഗോൾ കീപ്പറെ യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന ഓവർലോഡ്സ് ബാക്ക് ലൈനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൽച്ച ശ്രമിച്ചിരുന്നത്. ബാഴ്സലോണ ആവട്ടെ ഗെയിമിൻ്റെ തുടക്കത്തിൽ പല സമയത്തും ഒരുപാട് ഡിസ്റ്റൻസസ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രഷറിൽ നിന്നിട്ടും ലാസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രഷറിൽ നിന്നും തമ്മിലുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ ആ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രഷൻസ് നടത്താനായിട്ട് എൽച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായ തലവേദന എന്ന് പറയുന്നത് സെൻറ്റർ ബാക്സ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോഴായിരുന്നു. ബോൾ പ്രോഗ്രഷൻ നടത്താനായിട്ട്, ബോൾ ക്യാരീസ് നടത്താനായിട്ട് സെൻറ്റർ ബാക്സിന് സാധിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതിനാൽ തന്നെ റഫീനിയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പറുടെ സൈഡിലേക്ക് ആ ഒരു പാസിംഗ് ആംഗിൾ കട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോഴൊക്കെ സെൻറ്റർ ബാക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതേ പ്ലെയേഴ്സ് തന്നെ പല പൊസിഷൻസ് എടുക്കുമ്പോൾ പല കോമ്പിനേഷൻസും അവിടെ ഓണാവാൻ തുടങ്ങി. ഇത് എൽച്ചനെ കൂടുതൽ ബ്രേവ് ആക്കാൻ തുടങ്ങി. കൂടുതൽ റിസ്കിയർ ആയിട്ടുള്ള പാസസ് കൊടുക്കാനും ഓവർ ദ ടോപ്പ് ഈ പറയുന്ന പോലെ ഫുൾ ബാക്സിന് ചിപ്പുകൾ കൊടുക്കാനൊക്കെ ആയിട്ടും എൽച്ച ശ്രമിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രേവറി അവർക്കെതിരെ റിസൾട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഫസ്റ്റ് ഗോൾ വരുമ്പോൾ ബാഴ്സലോണ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിൻ്റെ അവിടെ എൽച്ചനെ ഒരു സൈഡിലേക്ക് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു 6v7 എന്നുള്ളൊരു ഓവർലോഡ് അവിടെ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടേൺ ഓവറിൽ നിന്നിട്ടാണ് ബാഴ്സലോണ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അവരുടെ കോച്ച് അവിടെ നിന്നിട്ട് സിഗ്നൽ ചെയ്യുന്നുണ്ട് ആ ഓവർലോഡിനെ മാനേജ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ഫ്ലാങ്കിലുള്ള പ്ലേയേഴ്സിന്. അതായത് എൽച്ചയ്ക്ക് അവിടെ ഓവർലോഡ് കാണുന്നത് ഈ ഒരു സോണിലാണ് എൽച്ചയ്ക്ക് 3v2 എന്നുള്ള സിറ്റുവേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന സ്വിച്ച് അവിടെ എത്രയും പെട്ടെന്ന് നടക്കണം. പക്ഷെ ആ സ്വിച്ച് നടക്കാനായിട്ട് ബോൾ പൊസസർക്ക് അവിടെ ടൈം വേണം, ബാക്ക് ലിഫ്റ്റ് എടുത്തിട്ട് അത്രയും ലോങ് ആയിട്ടുള്ള ബോൾ കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ സോണിലുള്ള പ്ലേസിൽ ഒരാൾ സെൻട്രൽ ആയിട്ടുള്ള ചാനൽസിലൂടെ റണ്ണുകൾ നടത്തണം ഇൻ ബിഹൈൻഡ്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇൻ ബിഹൈൻഡ് ഡെപ്തിൽ ബോൾ കൊടുക്കാനാവും. ഇത് എൽച്ചയുടെ കോച്ച് അവിടെ നിന്നിട്ട് സിഗ്നൽ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പൊസിഷൻ എടുക്കുക എന്നുള്ള രീതിക്ക്. പക്ഷെ അപ്പോഴത്തേക്കും ബാഴ്സലോണ ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് നേരെ ട്രാൻസിഷൻ ഓൺ ആക്കിയിട്ട് റഫീനി അവിടെ ഒരു ബ്രില്യൻ പെനൽറ്റി റിസീവ് ചെയ്യാണ്. ബാഴ്സയുടെ സ്ഥിരം ഇഷ്യൂസൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഈ പറയുന്ന ഹൈലൈൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, പ്രസ് ബ്രേക്ക് ആവുന്ന ഇഷ്യൂസ്, ടൈമിങ് റോങ് ആയിട്ടുള്ള രീതിക്ക് ടൈമിങ്ങിൽ പോകുന്ന പ്രസ്സിങ് യൂണിറ്റുകൾ, ഇതൊക്കെ ഇപ്പോഴും കാണാനുണ്ട്. പക്ഷേ ഇതെല്ലാ ഗെയിമിലും പറയേണ്ടി വരും. ഈ കഴിഞ്ഞ സീസണിലും ബാഴ്സയെ കണ്ടു തുടങ്ങുമ്പോഴും ഇങ്ങനത്തെ ആശങ്കകൾ തുടക്കത്തിലുണ്ടായപ്പോഴും സീസൺ അവസാനിക്കുമ്പോഴുണ്ടായപ്പോഴും അതേ ഒരു ആശങ്ക തന്നെ ഈ ഒരു സീസണിലും ഉണ്ടാവും. പക്ഷേ ബാഴ്സലോണ എന്നുള്ളൊരു ടീമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാത്രം ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് റോഡ്രി വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്റ്റൻസസ് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ എന്നുള്ളത് കണ്ടറിഞ്ഞൂടെ. പക്ഷേ എന്നാൽ പോലും
ബാഴ്സലോണയ്ക്ക് ഈ സീസണിൽ ഗെയിമുകളുണ്ടാവും നമ്മൾക്കിപ്പോൾ ഒരു 3-1 ലോസ് വരുന്നത്, 4-1 ലോസ് വരുന്നത്, ഇങ്ങനത്തെ ലോസുകളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഗെയിം ഡേയ്സ് ഉണ്ടാവാം, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈ ഇൻറ്റൻസിറ്റി ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിന്. പക്ഷെ എന്തുറപ്പുണ്ട്, ഗോളുകളുണ്ടാവും, ഇൻട്രസ്റ്റിംഗ് ഗെയിമുകളായിരിക്കും. കാഴ്ച കൊണ്ട് നിങ്ങളെ ഫുട്ബോളിൽ ഇരുത്ത് തന്നെ ബാഴ്സലോണ ഈ തവണ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഫസ്റ്റ് ഗെയിമിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽക്കിനി ലമീൻ യമാൽ ഫോം ആവാനുണ്ട്, റോഡ്രി വരാനുണ്ട്, ഫ്രാങ്കി ഡിയോങ്, പെഡ്രി ഫുൾ സ്റ്റേറ്റിൽ വരാനുണ്ട്. ചിലപ്പോൾ ഒരു സ്ട്രൈക്കർ വന്നേക്കാം, ചിലപ്പോൾ കേട്ടോ അതിൻ്റെ കാര്യം ഇനി എന്താവും എന്നുള്ളത് നോക്കി കണ്ടറിയണം, എങ്ങനെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് പോകണമെന്നൊക്കെ ഉള്ളത്. എന്നിരുന്നാലും ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. സ്ട്രൈക്കർ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ബാഴ്സ അതിനെക്കുറിച്ച് കോപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ബാഴ്സയുടെ സെക്കൻഡ് ഗോളിലും ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു വിങ്ങർ ഇൻസൈഡ് ചാലഞ്ചിൽ റൺ നടത്തേണ്ട ഗുണം വരുന്നുണ്ട്. റഫീന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേയേഴ്സിന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനും ഇന്നലെ എടുത്ത് പറയേണ്ടത്, പ്രത്യേകിച്ച് സാവി എക്സ്പാർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു പൊസിഷനിലുള്ള കൺട്രോളും അദ്ദേഹത്തിൻ്റെ വിഷനും ഐഡിയാസൊക്കെ, കുറേ പാസസൊക്കെ ആൾക്ക് ഈ പറയുന്ന പോലെ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കി പ്ലേയേഴ്സ് അഡേമി, ഗോർഡൻ എല്ലാവരും ബ്രില്യൻ്റ്. റഫീന എടുത്ത് പറയേണ്ട ബെസ്റ്റ് പ്ലെയർ ഓൺ ദ പിച്ച് ആയിരുന്നു ഇന്നലെ. ലമീൻ യമാൽ സമയം കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഇഞ്ചുറിയിൽ നിന്നിട്ട് വേൾഡ് കപ്പിലായാൽ പോലും നമ്മളൊരു ഫുള്ളി ആ ഒരു സീലിങ്ങിൽ എത്തിയിട്ടുള്ള ലമീനെ ഒന്നല്ല കണ്ടത്, സമയം കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ ഒരുപാട് ഇമോഷണൽ ആവുന്ന കാഴ്ച കണ്ടു ലമീനെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ബെഞ്ചിലിരിക്കുമ്പോഴൊക്കെ. എന്തായാലും തിരിച്ചു വരട്ടെ, നമ്മളെ ഡാസ്ലിംഗ് ആയിട്ടുള്ള ആ ഒരു ഡ്രിബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. കാത്തിരിക്കാം, ഫസ്റ്റ് ഗെയിം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് മാച്ചിൻ്റെ വിശേഷങ്ങൾ, അനാലിസിസ്. ഇങ്ങനെയാണ് ബാഴ്സലോണ അണിനിരക്കുന്നത്. ഇതൊക്കെയാണ് ബാഴ്സലോണ ഫസ്റ്റ് ഗെയിമിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ടാക്ടിക്കൽ വശങ്ങൾ. ഇനി വരുന്ന മാച്ചസിൽ മാറ്റങ്ങൾ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. പുതിയ പ്ലെയേഴ്സൊക്കെ വരട്ടെ, എക്സൈറ്റിംഗ് ആവട്ടെ ലീഗ്. അവിടെ റയൽ മാഡ്രിഡ് ഒരുപാട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്, അവിടെയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലീഗ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Bye-bye.